കാതൽ എൺപത് പൊതു ഉടമ അല്ലെങ്കിൽ ലവ് ഈസ് ഫോർ ആൾ എന്ന സിനിമയെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ജയപ്രകാശ് രാധാകൃഷ്ണനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ വിനീത്, ലിജോ മോൾ ജോസ്, രോഹിണി, അനുഷ തുടങ്ങിയവരാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ലക്ഷ്മി എന്ന ക്യാരക്ടറിനെയാണ് ആദ്യം കാണിക്കുന്നത്. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ലെങ്കിൽ കുറച്ച് കഥകളൊക്കെ പറയുന്ന ഒരാളാണ്. യൂട്യൂബിൽ അത്യാവശ്യം നല്ല ഇതാണ്. ഇവര് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അമ്മയും മകളും. അപ്പോൾ മകൾ പറയുകയാണ് എനിക്കൊരാളെ ഇഷ്ടമാണ്, അയാളെന്ന് തീർച്ചയായിട്ടും നമുക്ക് മീറ്റ് ചെയ്യാം, നീ ആരെ കൊണ്ടുവന്നാലും എനിക്ക് ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ വരുന്നത് പിന്നീട് ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ആ സിനിമയിൽ നമുക്ക് തന്നെ അറിയാം, ഒരു പോയിന്റിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാകും ഇതൊരു ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ് വിളിച്ചിട്ട് വരാൻ പോകുന്നത്. അത് നമുക്ക് മനസ്സിലാവുമെങ്കിൽ ഈ സിനിമയിൽ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി വരുമ്പോഴേക്ക് കുറച്ച് ടൈം പോകും. അതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം മെയിൻ പ്ലോട്ട് അല്ലെങ്കിൽ അതിലോട്ട് എത്തിക്കാൻ ഇത്തിരി ടൈം എടുക്കുന്നുണ്ട്. വളരെ പതുക്കെയാണ് ഈ സിനിമ പോകുന്നത്. ഇന്ത്യൻ പനോരമ പോലുള്ള മികച്ച പ്ലാറ്റ്ഫോമിൽ സെലക്ഷൻ കിട്ടിയ ഒരു സിനിമ കൂടെയാണ് ഇത്. ഒപ്പം വിനീതേട്ടൻ്റെ ഒരു നല്ല റോൾ ഈ സിനിമയിൽ കാണാൻ പറ്റും. എനിക്കൊന്നും തമിഴിൽ കുറേ കാലങ്ങൾക്ക് ശേഷം പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും രാജേട്ടനാണ് നമുക്ക് ഏറ്റവും കയ്യടി കൊടുക്കേണ്ടത്. കാരണം പുള്ളി ആ ലൂസിഫറിലെ പുള്ളിയുടെ ശബ്ദം ഉപയോഗിച്ചതിന് ശേഷം പുള്ളി അഭിനയിച്ച ഒന്ന് രണ്ട് സിനിമകളിൽ പുള്ളിയുടെ തന്നെ സൗണ്ടിലാണ് ഇരിക്കുന്നത്. പുള്ളിയുടെ സൗണ്ടിലൊരു ഡയലോഗൊക്കെ പറയുമ്പോൾ തന്നെ അതിന് കിട്ടുന്ന റീച്ച് ഭയങ്കരമാണ്. ഒപ്പം ലിജോ മോളായാലും അനുഷയായാലും ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആണ്. അപ്പം ഇത് ഈ സിനിമ സംസാരിക്കുന്നത് ഒരു ഹോമോസെക്ഷുവാലിറ്റിനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ എത്രത്തോളം ഫോർവേഡായി ചിന്തിച്ചാലും അത് വിനീതയുടെ ക്യാരക്ടർ പറയുന്ന ഡയലോഗ്, അവളുടെ അച്ഛനാണ് ഡയലോഗ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ ഫോർവേഡായി ചിന്തിക്കും അത് പുറത്തുനിന്ന് കാണുമ്പോഴാണ്. പക്ഷെ നമ്മളൊരു ഫാമിലിയിലെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഇതാവില്ല എന്നുള്ള രീതിയിൽ അതിൽ സാമിൻ്റെ ഒരു സുഹൃത്തിനോട് പറയുന്നത് എനിക്കുണ്ട്. അതൊക്കെ എനിക്ക് പെർഫെക്റ്റ്ലി ആയിട്ട് വരുന്നതാണ്. ഈ സിനിമ ത്രൂ ഔട്ട് പറയുന്നത് ഇങ്ങനെയൊരു കേസ് അല്ലെങ്കിൽ ഈ ഹോമോസെക്ഷുവാലിറ്റിനെ കുറിച്ച് നമ്മളെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഒരാളുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വിഷൻ എന്തായിരിക്കും, നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും, അല്ലെങ്കിൽ പൊതുവെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ ഓട്ടോമാറ്റിക്കലി എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എന്തൊക്കെ ഫോർവേഡായി ചിന്തിച്ചാലും ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല ഒരിക്കലും. അപ്പോൾ അത്തരത്തിലൊരു സിനിമയാണ് ഇത്. ഇതിൽ ക്യാരക്ടേഴ്സൊക്കെ നല്ല വെൽ റിട്ടൺ ആണ്. ഇത് സ്ലോ പേസ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. അപ്പോൾ ഇത്തരം സ്ലോ പേസ് സിനിമകൾ അത്യാവശ്യം കാണുന്നവർക്ക് ഇതൊരു അത്യാവശ്യം നല്ല ഡീസൻറ്റ് വാച്ചാണ്. കാരണം ഇത് സംസാരിക്കുന്ന വിഷയം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ കുറേയധികം സിനിമകളിൽ ഇതിന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു കണ്ടന്റ്. കാരണം ഇതൊരു നോർമലൈസ്ഡ് ആയിട്ട് കാണാൻ പ്രേരിപ്പിക്കുക കൂടിയാണ് ഈ സിനിമയിലൂടെ. ഒരു സിനിമ മറ്റേ ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഒരു കുറേ ബുക്കുകൾ എഴുതുന്നതിനേക്കാളും ഇതാണ് ഒരു സിനിമയിൽ എന്ന് പറയുന്ന പോലെ ഒരു സിനിമ എന്ന് പറയുന്നത് പെട്ടെന്ന് റീച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയെ ഈ സൊസൈറ്റിയിലെ ഒരു നോർമലായിട്ടുള്ള ആളുകളെ പോലെ കാണിക്കണം എന്നുള്ള രീതിയിലുള്ള ബോധവൽക്കരണം പോലെയാണ് കുറേ സിനിമകൾ വരാറുള്ളത്. നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ഇത്തരം സിനിമകളുടെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര മെലോ ഡ്രാമാറ്റിക് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ അത്തരത്തിലൊരു സിനിമയാണ്. പക്ഷെ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ പുരോഗമനം പറയുന്ന പോലെയല്ല നമ്മുടെ ഒരു ഫാമിലിയിലോ നമുക്ക് പരിചയമുള്ള ഒരാൾ ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ നമ്മുടെ റിയാക്ഷൻ ഒരിക്കലും ഈ പുറമേ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല എന്ന് പറയുന്ന വിനീതിൻ്റെ ക്യാരക്ടറുണ്ട്. ഫൈനലി ഇതൊരു നല്ലൊരു സോഷ്യൽ ഇതിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയായിരിക്കും കാതൽ 80 പൊതു ഉടമ. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കും.